കേരളത്തിൽ സാറ്റലൈറ്റ് നിർമ്മിച്ച് വിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തള്ളു വേറെന്താണുള്ളത്? മുഖ്യമന്ത്രിയുടെ തള്ളിപ്പ് ആകാശത്തേക്ക് ഒരു ബഹിരാകാശത്തേക്ക് കൂടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയാണ് ഈ ബജറ്റിന് ഒരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാതാക്കി ഇമാതിരി പ്രഖ്യാപനങ്ങൾ കൊണ്ട്. ഇതാ ഞാൻ വായിച്ചു തരാം. കണ്ണിക 28 നോക്കിയാൽ മതി. ഫർദർ മോർ decisive steps will be taken to improve the operations of the space park. അതിന് മുമ്പ് പറയുന്നുണ്ട്, strong encouragement will be extended to private satellite manufacturing and launching enterprises. അപ്പോൾ 5 കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് വിക്ഷേപിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ബജറ്റാണ് ഈ ബജറ്റ്. അതിൽ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹം ഈ മദ്യം സുലഭമാക്കാനുള്ളതാണ്. അതിന്റെ മറവിൽ നടന്നിട്ടുള്ള അഴിമതിയാണ്. അത് ഇനി തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുമ്പോഴാണ് റെഡി ടു ഡ്രിങ്ക് മദ്യം എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടിപ്പിച്ച് തൂഫാനാക്കാനുള്ള പദ്ധതിയാണ്. ഈ എംപിജു പറയുന്നത് 2023 തന്നെ സർക്കാർ ഇത്തരത്തിലുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. 2025 ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് LDF സർക്കാരിന്റെ പദ്ധതിയാണ്, അതിന് നികുതി ഇളവ് മാത്രമാണ് UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എംപിജു പറയുന്നത്. അതാ പറഞ്ഞത്, LDF സർക്കാരിന്റെ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യത്തിനാണ് നമ്മൾ കേൾക്കൂ. വീര്യം കുറഞ്ഞ മദ്യം എപ്പോഴും വിൽക്കാം, പക്ഷെ 251% നികുതി കൊടുക്കണം. അത് അവർക്ക് ലാഭകരമല്ല. അത് വ്യാപകമായി വിൽക്കാനാവില്ല 251% നികുതി കൊടുത്തിട്ട്. അപ്പൊ നികുതി ഇളവ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ എന്നുണ്ട്. അതാണല്ലോ ഇതിന്റെ പ്രശ്നം. ആ നികുതി ഇളവ് കിട്ടിയാലേ വ്യാപകമായിട്ട് ഇത് വിൽക്കാൻ പറ്റൂ. IMFന്റെ അതേ നിരക്കിൽ ഈ നികുതി ഇതിന് ചുമത്തിയാൽ, അതുകൊണ്ടാണ് നമ്മൾ നികുതി ഇളവ് കൊടുക്കാതിരുന്നത്. ഇപ്പോ 40 വൈൻ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടോ. ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് നിയമസഭാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. 40 വൈൻ എന്ന കാറ്റഗറി. അതിന് പോലും വൈനിന്റെ നിലവിലുള്ള നികുതി നിരക്ക് എന്താണോ അതിന് ഇളവ് കൊടുത്തിട്ടില്ല. കൃഷിക്കാരുടെ കാര്യമായിട്ട് പോലും ഇളവ് കൊടുത്തിട്ടില്ല. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതാ വ്യത്യാസം. പഴവും പച്ചക്കറി ഉപയോഗിച്ചല്ല, ഇത് സ്പിരിറ്റ് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. മറ്റെല്ലാ മദ്യവും പോലെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതിന് ഞങ്ങളൊരു നികുതി ഇളവ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെയല്ലേ അത്. ഇത്രയൊക്കെ ചെയ്തിട്ട് അത് മാത്രമല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. പ്രശ്നം എന്താ? 251% നിന്ന് 120% നികുതി ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വിപണി അവർക്ക് തുറന്നു കിട്ടുകയാണ്. 1000 കോടിയുടെങ്കിലും വിപണിയാണ് തുറന്നു കിട്ടുന്നത്. അതെ, നികുതി ഘടന തീരുമാനിക്കാത്തതിന്റെ കാരണം എന്താ? ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ പറഞ്ഞ വാദത്തിൽ അതേ ഞങ്ങൾ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അത് ചെയ്യുന്നതോടു കൂടിയാണ് ഇത് സുലഭമാവുന്നത്. മദ്യം വിൽക്കുന്നതിന് തടസ്സം നിലവിലില്ലല്ലോ. ഏത് മദ്യവും വിൽക്കാം. വീര്യം കുറഞ്ഞു വിൽക്കുന്നതിന് തടസ്സം വല്ലതും ഉണ്ടോ? ഒരു തടസ്സമില്ല. അവരുടെ ആവശ്യമായിരുന്നു എന്ത്? 251 ഞങ്ങൾക്ക് ലാഭകരമാവില്ല, അത് കുറച്ചു തരണം. ആ ആവശ്യം LDF സർക്കാർ അംഗീകരിച്ചില്ല. അതാണ് കാര്യം. LDF സർക്കാർ അംഗീകരിക്കാത്തതിന്റെ കാരണം രണ്ടാണ്. മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം നാട്ടിൽ മുഴുവൻ ഒഴുക്കാനാണ് UDFന്റെ പദ്ധതി. സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യത്തിന് നികുതി കുറച്ചു. ഇതിനു പിന്നിൽ കർണാടക ലോബിയാണ് എന്ന ആരോപണവും MB രാജേഷ് ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.